സ്വന്തം കൈകളാൽ നിർമ്മിച്ച ത്രിവർണ പതാകകളും സ്വാതന്ത്ര്യദിന ബാഡ്ജുകളുമായി രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുകയാണ് എരുമിയൂർ പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കഴിവുകൾക്ക് വേദിയൊരുക്കുന്ന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായ 3ാം വർഷമാണ് പേപ്പർ പതാക നിർമ്മാണത്തിൽ സജീവമാകുന്നത്. ഇത്തവണ ത്രിവർണ പതാകയ്ക്കൊപ്പം ആകർഷകമായ സ്വാതന്ത്ര്യദിന ബാഡ്ജുകളും കുട്ടികൾ സ്വന്തം കൈകളാൽ നിർമ്മിച്ചിരുന്നു. എരുമിയൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും 5 രൂപ നിരക്കിലാണ് പതാകകളും ബാഡ്ജുകളും വിതരണം ചെയ്തത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയാണെന്ന് സ്പെഷ്യൽ അധ്യാപിക സജനി പറയുന്നു. നമ്മൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷവും നമ്മൾ ഈ പേപ്പർ പതാക നിർമ്മാണം നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെയും നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തുകളിലെയും സ്കൂളുകളിൽ നിന്ന് ഓർഡർ എടുത്ത ശേഷം നമ്മൾ അതിനനുസരിച്ച് പതാകകൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അംഗനവാടി കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, ക്ലബ്ബുകൾക്കും കൂടെ നമ്മൾ ഇത് വിതരണം നടത്തുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ബാഡ്ജും കൂടെ ഈ രണ്ട് വർഷങ്ങളായിട്ട് പതാക മാത്രമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം പേപ്പർ ബാഡ്ജും കൂടെ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. എല്ലാ സ്കൂളുകളും നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പതാക നിർമ്മാണം കുട്ടികൾക്ക് വെറുമൊരു തൊഴിൽ പരിശീലനം മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വളർത്തുന്ന പ്രവർത്തനം കൂടിയാണ്. ഓരോ പതാകയും ബാഡ്ജും തയ്യാറാക്കുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ സന്ദേശം പകരുന്നതിനൊപ്പം തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും കുട്ടികൾക്ക് കഴിയുന്നു. പതാക നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനും ഓരോ വർഷവും വ്യത്യസ്തമായ ലക്ഷ്യമുണ്ട്. ആദ്യ വർഷം സമാഹരിച്ച തുക വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. 2ാം വർഷം ലഭിച്ച തുക പുനരധിവാസ കേന്ദ്രത്തിലെ ഒരു അന്തേവാസിയുടെ ചികിത്സയ്ക്കായി നൽകി. ഈ വർഷം സമാഹരിക്കുന്ന തുക കുട്ടികളുടെ വിനോദയാത്രയ്ക്കായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധ്യാപിക സജനി പറഞ്ഞു. ആദ്യത്തെ വർഷം നമുക്കുണ്ടായത് വയനാട് ദുരന്തമായിരുന്നു. അതിന് ഞങ്ങൾ ചെറിയൊരു ഫണ്ട് ഞങ്ങളുടെ വക ഇതിൽ നിന്ന് കിട്ടിയ കുട്ടികളുടെ അധ്വാനത്തിൽ നിന്നും കിട്ടിയ ചെറിയൊരു തുക അവിടേക്ക് നമ്മൾ കൈമാറുകയുണ്ടായി. അടുത്ത വർഷമായപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു കുട്ടി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ വരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതിന് ചെറിയൊരു തുക ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ നൽകി. ഈ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് വിനോദയാത്രയാണ്. ഇതിന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കൊരു വിനോദയാത്ര നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ ശ്രദ്ധേയമായ ബഡ്സ് സ്കൂളിൽ ഒന്നായി എരുമിയൂർ പഞ്ചായത്ത് പകൽ പുനരധിവാസ കേന്ദ്രം മാറിയിട്ടുണ്ട്. ഖാദി ബോർഡിനായി ചർക്കയിൽ നൂൽക്കൽ, രക്ഷിതാക്കൾക്കായി തയ്യൽ യൂണിറ്റ്, വിദ്യാർത്ഥികളുടെ ബാൻഡ് സംഘം തുടങ്ങിയവയും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് അംഗം പി അരവിന്ദാക്ഷൻ പറഞ്ഞു. ഒരു മികച്ച പ്രവർത്തനമാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ പതാക തയ്യാറാക്കിക്കൊണ്ട് അതിൽ നിന്ന് ചെറിയ വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട്. ആ വരുമാനം കൊണ്ട് ഇപ്പോൾ 17-ാം തീയതി നെല്ലിയാമ്പതിക്കൊരു യാത്ര അവർ ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതുപോലെ ഒരു യാത്ര പോയിരുന്നു. ഇത് മാത്രമല്ലാതെ പൊതുവേ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ മാടമ്പാറയിലുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതിലെ ടീച്ചർ സജിൻ ടീച്ചറും അതുപോലെ തന്നെ വസ്തുമാരിയും പിന്നെ ഉഷ ചേച്ചിയും എല്ലാം തന്നെ വളരെ നന്നായിട്ടൊരു സപ്പോർട്ട് കൊടുത്ത് വളരെ നന്നായി തന്നെ നടക്കുന്നുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ കൂടെ അതിൻ്റെ ഭാഗം അതുപോലെ സ്പോർട്സിലും അതുപോലെ തന്നെ കലാപരിപാടികളിലും അതുപോലെ തന്നെ ചൂല് നിർമ്മാണം, അമ്മമാർക്കുള്ള ടൈലറിങ് പരിശീലനം, അവരുടെ സഞ്ചി പരിശീലനം. ഇപ്പോൾ ഇവർക്ക് തന്നെ ഖാദി ബോർഡിൻ്റെ ഒരു സഹായത്തോടു കൂടി ഖാദിയുടെ നൂൽപ്പ് പരിപാടി ഇവിടെയുണ്ട്. ജീവനക്കാർ കൂടിയാണ് ചില ആളുകൾ, കുറച്ച് പേര്. അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഖാദി ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ സഹായം കിട്ടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ തന്നെ സഹായം കിട്ടുന്നുണ്ട്. പൊതുവേ പൊതുജനങ്ങളുടെ നല്ല ഒരു പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം തന്നെ പകർന്ന കാഴ്ചയാണ്. എരുമിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജ ശിവരാജൻ, വൈസ് പ്രസിഡന്റ് ആർ രമേഷ് കുമാർ, പഞ്ചായത്ത് അംഗം പി അരവിന്ദാക്ഷൻ എന്നിവരുടെ പിന്തുണയോടെയാണ് പതാക നിർമ്മാണം നടന്നത്. സ്പെഷ്യൽ അധ്യാപിക സജനി, ആയമാരായ എം വസന്തകുമാരി, എം എസ് ഉഷ എന്നിവർ കുട്ടികൾക്ക് പരിശീലനവും ആവശ്യമായ സഹായവും നൽകി. സ്വാതന്ത്ര്യത്തിന്റെ നിറങ്ങൾ സ്വന്തം കൈകളാൽ പകർത്തിയ ഈ കുട്ടികളുടെ ഓരോ പതാകയും ഒരു സന്ദേശമാണ്. കഴിവുകൾക്ക് പരിമിതികളില്ല, അവസരങ്ങളാണ് വേണ്ടത് എന്ന സന്ദേശം. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യമെങ്ങും ത്രിവർണ പതാകകൾ ഉയരുമ്പോൾ എരുമിയൂരിലെ ഈ കുരുന്നുകളുടെ കൈകളിൽ പിറന്ന പതാകകൾക്കും പറയാനുണ്ട് ഒരു കഥ. സ്വന്തം കഴിവുകൊണ്ട് സമൂഹത്തിനൊപ്പം നിൽക്കുന്നതിന്റെ അഭിമാന കഥ. UTV ന്യൂസ്, പാലക്കാട്.